ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ ഫ്രണ്ടിൽ നമ്മൾ ഗേറ്റ് വയ്ക്കുന്ന സമയത്ത് നമുക്ക് ചാനൽ ഗേറ്റ് വയ്ക്കാറുണ്ട്, അല്ലെങ്കിൽ നോർമൽ ടൈപ്പ് ഗേറ്റ് വയ്ക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ചാനൽ ടൈപ്പാണ്. അതായത് ചാനൽ ടൈപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഏത് സ്ഥലത്തേക്ക് വേണമെങ്കിലും നമുക്ക് തള്ളി നീക്കാവുന്ന രീതിയിൽ, അത് മാത്രമല്ല ഒരു സൈഡിലായിട്ട് നമുക്ക് ചെറിയ രീതിയിലൊരു വലിയ വണ്ടികൾ, അത്യാവശ്യം വലിയ വാഹനങ്ങളൊക്കെ വരുന്ന സമയത്ത് വലിയ കാറുകളൊക്കെ നമ്മളെ വീടിൻ്റെ അകത്തേക്ക് ഇടാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ആ സമയത്ത് നമുക്ക് തള്ളു ഗേറ്റും, അതായത് ചാനൽ ഗേറ്റും, പിന്നെ ചെറിയ ഒരു പാസിംഗ് ഏരിയ ആയിട്ട് നമുക്കൊരു ചെറിയ ഒരു ഏരിയയും കൂടി ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫുള്ളായിട്ട് ചാനൽ ഗേറ്റ് വരുന്നത് ചെറിയൊരു പോർഷനായിട്ട് നമുക്ക് അത്യാവശ്യം തുറന്ന് എന്തെങ്കിലും നമുക്ക് പാസിങ് വേണ്ടിയിട്ട് ചെറിയൊരു ഗേറ്റ്, ഇങ്ങനെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ രണ്ടും കൂടി ഒന്നിച്ച് ചെയ്തതിന് ശേഷം അത് എങ്ങനെയാണ് ഉറപ്പിക്കേണ്ട ഡീറ്റെയിൽസാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ആദ്യമേ തന്നെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ സ്പിരിറ്റ് ലെവലിലാണ് കറക്റ്റ് ചെയ്യുന്നത്. ഈ ലെവലിൽ ഉറപ്പിക്കുന്നതിന് മുന്നേ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. നമ്മുടെ ഫ്രണ്ടിൽ കട്ടയും കാര്യങ്ങളൊക്കെ വിരിക്കുന്നുണ്ടെങ്കിൽ കട്ടയുടെ മുകളിലായിട്ട് വേണം നമ്മുടെ ഗേറ്റ് വരാനായിട്ട്. അപ്പോൾ നമ്മൾ ആദ്യം കട്ട വിരിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ആദ്യമേ തന്നെ ലെവൽ കാര്യങ്ങളെല്ലാം കറക്റ്റ് ചെയ്യണം. നമ്മുടെ അതായത് നമ്മുടെ വീടിൻ്റെ അകത്തേക്ക് വരുന്ന സിറ്റ് ഔട്ടിൻ്റെ നടയിൽ നിന്ന് നമുക്ക് എങ്ങനെയാണ് വരേണ്ടതെന്ന് കറക്റ്റായിട്ടൊരു മെഷർമെൻറ്റ് ആദ്യമേ തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് സാധാരണ വരുന്നത് കട്ട വിരിക്കാനാണെങ്കിൽ 4 ഇഞ്ചാണ് സാധാരണ ഹൈറ്റ് വരുന്നത്. അപ്പോൾ ആദ്യം ലെവൽ ചെയ്തിട്ട് സ്പിറ്റ് ലെവലിൽ തന്നെ ഈ 4 ഇഞ്ച് കട്ട വിരിച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ വരുന്ന രീതിയിൽ ഇപ്പോൾ നിങ്ങൾ കണ്ടോ, ആ മുകളിൽ വരുന്ന രീതിയിലാണ് നമ്മുടെ ഗേറ്റ് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗേറ്റ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ കട്ടയിൽ വന്ന് ഇടിച്ച് നിൽക്കുന്നൊരവസ്ഥ വരും. അപ്പോൾ ചാനലാണെങ്കിലും കട്ടയുടെ ഏകദേശം തൊട്ട് മുകളിൽ നിൽക്കുന്ന രീതിയിലായിരിക്കണം നമുക്കിത് സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ കട്ടയുടെ ഹൈറ്റാണ്, അതായത് കട്ട വിരിക്കലിൽ അതിൻ്റെ ടൈല് കാര്യങ്ങളൊക്കെ പാവുന്ന സമയത്ത് നമുക്ക് ആ ഹൈറ്റ് കൂടി കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ചാനലിൽ നമ്മൾ ഈ പറയുന്ന ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. ചാനലും അതുപോലെ തന്നെ കണ്ടോ, കട്ട വരുന്നതിൻ്റെ മുകളിലായിട്ടാണ് നമുക്ക് ചാനൽ വരുന്നത്. ആ ലെവലിൽ തന്നെ ചാനൽ സെറ്റ് ചെയ്യുക. ചാനൽ സെറ്റ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാനുണ്ട്. ചാനൽ നമുക്ക് നല്ല വെയിറ്റ് വരുന്നത് കൊണ്ട്, അത്യാവശ്യം ഗേറ്റിൻ്റെ ഫുൾ വെയിറ്റ് വരുന്നതുകൊണ്ട് നമുക്ക് ഓരോ സ്ഥലത്ത് ഓരോ മീറ്റർ ഗ്യാപ്പ് ഇട്ടിട്ട് അത് കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. കണ്ടോ, ഇവിടെയാണ് നമ്മൾ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരിക്കുന്നത്. അത് 1 മീറ്റർ കഴിഞ്ഞിട്ട് വീണ്ടും കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. മൊത്തം അങ്ങനെ കോൺക്രീറ്റിലാണ് ഉറപ്പിച്ചിരിക്കുന്നത്. പിന്നെ അത് കൂടാതെ തന്നെ നമുക്ക് ഓരോ ചാനലും ഉറപ്പിച്ചതിന് ശേഷം സെൻട്രലായിട്ട് വന്നിരിക്കുന്ന 2 മെയിനായിട്ട് ഗേറ്റിൻ്റെ വരുന്നത്, ഒന്ന് കണ്ടോ, ഇവിടെയാണ് നമ്മുടെ തള്ളു ഗേറ്റിൻ്റെ അതിൻ്റെ ചാനൽ വരുന്നത്. ആ ചാനലിൻ്റെ മുകളിൽ വരിക്കുന്ന ബുഷ് വരുന്നത് മുകളിലായിട്ടാണ് വരുന്നത്. അത് നമ്മളിനി കെട്ടി പൊക്കാനുണ്ട്. അത് പൊക്കിയതിന് ശേഷം ഇതിൻ്റെ ഉള്ളിലാണ് ഈ പറയുന്ന ചാനലിൽ അതിൻ്റെ അകത്ത് വരുന്നത്. സാധാരണ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കാറുണ്ട്. പക്ഷേ അതിനേക്കാൾ സേഫ്റ്റി നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ പിന്ന് ചെയ്യുന്ന സമയത്ത്, ഗേറ്റിൻ്റെ പിന്ന് ചെയ്യുന്ന സമയത്ത് തന്നെ ചെയ്യുന്നതാണ്, ഉള്ളിലിട്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം അത്രയും സ്ട്രോങ് ആയിട്ടിരിക്കും. മറ്റത് പുറത്ത് നമ്മൾ ഡ്രില്ല് ചെയ്ത് പിടിപ്പിക്കുന്ന സമയത്ത് കുറച്ച് നാൾ കഴിയുമ്പോൾ ഇളകി പോരാനും, ചിലപ്പോൾ വെയിറ്റ് കൊണ്ട് ഇളകി പോരാനുള്ള ചാൻസസ് കൂടുതലാണ്. അത്രയും സേഫ്റ്റി എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഇത് നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പിന്നിൻ്റെ അകത്തിട്ടിട്ട് വേണം അതിൻ്റെ ചാനൽ എൽ ഷേപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആ ക്ലാമ്പ് അതിൻ്റെ അകത്താണ് ചെയ്യേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ പറഞ്ഞു, ചാനൽ കോൺക്രീറ്റിൽ ഉറപ്പിക്കണം. താഴ്ന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. താഴ്ന്നു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗേറ്റ് മറിഞ്ഞു വീഴാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ചാനൽ കറക്റ്റ് ചെയ്ത് ലെവൽ ചെയ്ത് ക്ലിയർ ചെയ്തതിന് ശേഷം അതിലായിരിക്കണം ഗേറ്റ് കാര്യങ്ങൾ ഉറപ്പിക്കേണ്ടത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടോ, ഗേറ്റ് നമ്മൾ തൂക്കി ഇടാനുള്ള ശ്രദ്ധിക്കരുത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പണ്ട് ചെയ്തുകൊണ്ടിരുന്നത് പിന്നിൽ തന്നെ ഏറ്റവും മുകളിൽ ഗേറ്റിൻ്റെ മുകളിലും താഴെയായിട്ട് വരുന്ന പിന്നെ തൂക്കിയാണ് ഇടുന്നത്. അത് ഗേറ്റിൻ്റെ ഒരു പാളി തൂങ്ങി നിൽക്കുന്ന അവസ്ഥയിലാണ്. കുറേ നാൾ കഴിയുന്ന സമയത്ത് അതിൻ്റെ വെയിറ്റ് കൊണ്ട് തൂങ്ങി രണ്ടും തമ്മിൽ ഒന്നിച്ച് ചേരുന്ന അവസ്ഥയുണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് പിന്നീട് അടയ്ക്കാനും തുറക്കാനൊക്കെ ഭയങ്കര പ്രയാസമായിരിക്കും. അപ്പോൾ ഇപ്പോഴത്തെ രീതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും മുകളിൽ നമ്മൾ തൂക്കിയിടും, ഏറ്റവും താഴെയായിട്ട് നമ്മൾ സെപ്പറേറ്റ് കോൺക്രീറ്റ് അതിൻ്റെ കാല് കോൺക്രീറ്റിൽ ഉറപ്പിക്കണം. കണ്ടോ, ഈ കാണുന്ന പോലെ കോൺക്രീറ്റിൽ ഉറപ്പിച്ചിരിക്കണം. അപ്പോൾ അതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ ഒരിക്കലും തൂങ്ങി താഴേക്ക് പോകില്ല. അതിൻ്റെ ഫുൾ വെയിറ്റ് വരുന്നത് കോൺക്രീറ്റിലായതുകൊണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് നിൽക്കും. മുകളിൽ മാത്രം വിചാരി സിസ്റ്റം വരുന്ന രീതിയിൽ സ്ട്രോങ് ആയിട്ട് നമുക്ക് നിൽത്താൻ സാധിക്കും. മാത്രമല്ല എത്ര വർഷം കഴിഞ്ഞാലും നമ്മുടെ ഗേറ്റ് തൂങ്ങി പോകാത്ത രീതിയിൽ ഏറ്റവും താഴെയായിരിക്കും അതിൻ്റെ ഫുൾ ലോഡ് വരുന്നത്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking